2011 ഇറങ്ങിയ ഒരു ഭയങ്കര കിടിലം ത്രില്ലർ സിനിമയാണ് ക്യാബിൻ ഇൻ ദി വുഡ്സ്. കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരു കാട്ടിൽ പോകുമ്പോൾ അവിടെ അവര് വളരെ വിചിത്രമായ ഒരുപാട് രാക്ഷസ ജീവികളെ കാണുന്നു. ആ ജീവികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മനുഷ്യരെ ആർക്കു വേണ്ടിയോ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഭൂമി ഭരിക്കുന്ന രാക്ഷസ രാജാക്കന്മാരെ കണ്ടുമുട്ടുന്നു. പിന്നെ സോംബികൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിരൂപ ജീവികൾ, അങ്ങനെ ഫാന്റസിയും ഹൊററും ത്രില്ലറും എല്ലാം ചേർന്ന ഒരു ക്രേസി സിനിമയാണിത്. കൂടുതൽ വാചകം ഒടിച്ച് സമയം കളയാതെ നമുക്ക് നേരെ സിനിമയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു അണ്ടർഗ്രൗണ്ട് ലാബാണ് കാണിക്കുന്നത്. ഇവിടെ സയന്റിസ്റ്റുകളെ പോലെ രണ്ടുപേർ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അവര് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട് ലാബ്സ് ഉണ്ട്. ഇത്തരം ലാബുകളെ കുറിച്ച് പുറം ലോകത്തിന് യാതൊരു ധാരണയുമില്ല. ലാബിലുള്ളവര് സീക്രട്ടായിട്ട് എന്തോ പ്രോജക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ലോകത്തിലെ ബാക്കി എല്ലാ ലാബുകളിലും ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഫെയിൽ ആയി പോയി. നിലവിലാകെ ജപ്പാനിലെയും US-ലെയും ലാബിൽ മാത്രമേ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണിക്കുന്നത് US-ലുള്ള ലാബാണ്. പക്ഷേ US-ൽ കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും ഈ പ്രോജക്റ്റ് എന്താണെന്നോ ഇവരാരാണെന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകില്ല. അടുത്ത് ന്യൂയോർക്ക് സിറ്റിയിലെ രംഗമാണ് കാണിക്കുന്നത്. ഡാന എവിടെയോ പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇവളൊരു പാവത്താൻ ടൈപ്പാണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിൽ അവളുടെ കൂട്ടുകാരായ കർട്ടും ജൂൾസും വന്നു. ജൂൾസ് കർട്ടിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അവര് സംസാരിക്കുന്നതിനിടയിൽ അടുത്ത ഫ്രണ്ട് വന്നു, ഹോൾഡൻ. ഇവനാണ് ഈ ടീമിലെ പഠിപ്പിസ്റ്റ്. ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരാഴ്ചത്തെ ട്രിപ്പിന് പോവുകയാണ്. സിറ്റിയിൽ നിന്നും ഒരുപാട് അകലെ ഒരു കാടുണ്ട്. അങ്ങോട്ടാണ് ഇവര് പോകുന്നത്. എല്ലാവരും പോകാൻ വേണ്ടി വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് അഞ്ചാമത്തെ ഫ്രണ്ട് വന്നത്, മാർട്ടി. ഇവൻ ഫുള്ള് കഞ്ചാവാണ്. എങ്കിലും ആളൊരു കുഴപ്പക്കാരനൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയും. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ കാറിൽ നിന്നിറങ്ങിയിട്ട് ഗ്ലാസ് പൊക്കാതെയാണ് ഡോറ് ലോക്ക് ചെയ്ത്. അത് കാണുമ്പോൾ തന്നെ ആളൊരു മണ്ടൻ ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അവനെ കണ്ടതും ഈ മരവാഴിയും വരുന്നുണ്ടാ എന്ന രീതിയിൽ എല്ലാവരും അവനെ ഒന്ന് നോക്കി. പക്ഷെ കൂട്ടുകാരനായി പോയില്ലേ, അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു തരത്തിൽ ഈ 5 പേരും സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ 5 പേരും കൂടെ യാത്രയായി. അവരവിടെ നിന്ന് പോയതും അവരുടെ വീടിന്റെ ടെറസിൽ നിന്ന് ഒരുത്തൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാവരും കൃത്യസമയത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആരെയോ ഫോൺ ചെയ്ത് അറിയിച്ചു. ശേഷം യാത്രക്കിടയിൽ നമ്മൾ പോകുന്ന സ്ഥലം മാപ്പിൽ പോലും കാണിക്കുന്നില്ലല്ലോ എന്ന് ജൂൾസ് പറഞ്ഞു. അതാണ് നല്ലത്. ഇങ്ങനൊരു ഓളം കയറാൻ മൂലയാകുമ്പോൾ പിന്നെ ആരുടെയും ശല്യം അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഒരാഴ്ച നമുക്ക് സമാധാനമായിട്ട് അവിടെ അടിച്ച് പൊളിക്കാം എന്നും മാർട്ടി പറഞ്ഞു. ഇതൊക്കെ സംസാരിക്കുന്നതിനിടയിലും അവൻ വലിക്കാൻ വേണ്ടി കഞ്ചാവ് റെഡിയാക്കുകയായിരുന്നു. അടുത്ത് നേരത്തെ കണ്ട US-ലെ ലാബാണ് കാണിക്കുന്നത്. ഈ ലാബിലെ പ്രധാനപ്പെട്ട 2 പേരാണ് സ്റ്റീവും ഗാരിയും. ഈ ലാബിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന പ്രധാനികളാണ് ഇവര്. അവര് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ ആരെയോ ട്രാക്ക് ചെയ്യുകയാണ്. ഇവിടെ 5 ഫ്രണ്ട്സും പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി. അവിടെ വട്ടനെ പോലത്തെ ഒരുത്തൻ ഉണ്ടായിരുന്നു. പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. പെട്രോൾ അടിച്ചു തീർന്നപ്പോ എവന് പ്രാന്താണെന്ന് തോന്നണ്ടാ, എവന്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് മാർട്ടി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. കുറെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം കാട്ടിലെത്താറായപ്പോ ഒരു തുരങ്കം കണ്ടു. ഈ കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു റോഡ് മാർഗം ഈ തുരങ്കമാണ്. അങ്ങനെ അവർ അതിലൂടെ കടന്ന് കാട്ടിലേക്ക് പ്രവേശിച്ചു. പക്ഷെ കാടിന് ചുറ്റും അദൃശ്യമായ എന്തോ ഒരു തരം ഷീൽഡ് ഉണ്ട്. ഒരു പക്ഷി വന്ന് അതിൽ ഇടിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്നാൽ അവരാരും അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും കുറച്ചു ദൂരം കൂടെ പോയതും അവസാനം അവര് കാട്ടിലെ വീട്ടിലെത്തി. എല്ലാരും വീട്ടിൽ കയറി മുറികളൊക്കെ നോക്കി. മൊത്തത്തിൽ ഒരു ഡാർക്ക് ഫീൽ ഉണ്ട്. ഹോൾഡന്റെ റൂമിലാണെങ്കിൽ ഒരു ആടിനെ ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. അവൻ അതെടുത്ത് മാറ്റിവെച്ചു. എന്നാൽ ആ ചിത്രം വെച്ചിരുന്നതിന്റെ പിന്നിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അതുവഴി അവൻ അപ്പുറത്തെ മുറിയിലുള്ള ഡാനയെ കാണാം. പക്ഷെ അവൾക്ക് ഹോൾഡനെ കാണാൻ കഴിയുന്നില്ല. കാരണം അവളുടെ വശത്തിൽ അതൊരു മിററാണ്. അവൾ പതിയെ തുണി മാറ്റാൻ തുടങ്ങിയപ്പോ ഷേടാ ഇത് പരിപാടി കൊള്ളാലടാ എന്നൊരു നിമിഷം ഹോൾഡന് തോന്നി. പക്ഷെ അവൻ നല്ലവനായതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് അവളോട് കാര്യം പറഞ്ഞു. ഡാനിയെ വിളിച്ച് കാണിച്ചപ്പോ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഈ റൂം എടുത്തോ, ഞാൻ നിന്റെ റൂമിലും പോവാം എന്ന് ഹോൾഡൻ പറഞ്ഞു. അവൻ പോയ ശേഷം നേരത്തെ ഹോൾഡൻ മാറ്റിവെച്ച പടത്തിനെ അവൾ തിരിച്ചെടുത്തു വെച്ചു. എന്നിട്ട് ചിത്രം കാണാതിരിക്കാൻ അതിനു മീതെ ഒരു തുണിയും മൂടിയിട്ടു. ഇതേ സമയം ഈ സംഭവങ്ങളെല്ലാം US-ലെ ലാബിലിരിക്കുന്നവർ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ വീട്ടിന്റെ മുക്കിലും മൂലയിലും പിന്നെ ഈ കാട്ടിലെ മുഴുവനും അവരുടെ ക്യാമറകളുണ്ട്. അവരെപ്പോഴും ഈ 5 പേരെയും കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റീവും ഗാരിയും സംസാരിക്കുന്നതിനിടയിൽ ഒരു അസിസ്റ്റന്റ് പെണ്ണ് വന്നിട്ട് അവളുടെ തലമുടിയുടെ കളർ കണ്ടോ, അതിപ്പോ അവളെ കൂടുതൽ മന്ദബുദ്ധിയാക്കും. നമ്മുടെ കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ മികവ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു. അവള് ജൂൾസിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
സംഭവം ഈ ട്രിപ്പിന് വരുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ജൂൾസ് അവളുടെ തലമുടിക്ക് ഗോൾഡൻ കളർ അടിച്ചത്. ആ കളറിൽ അവൾ അറിയാതെ ഈ ലാബിലെ ടീം എന്തോ ഒരു കെമിക്കൽ ചേർത്തിരുന്നു. അതിപ്പോ പതിയെ പതിയെ അവളുടെ ബുദ്ധിശക്തി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലാബിലെ ആൾക്കാർ നിസ്സാരക്കാരൊന്നുമല്ല. ലാബിന് പുറത്തും ഇവർക്ക് പിന്നിൽ വളരെ വലിയൊരു ടീം ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ജൂൾസിന്റെ തലമുടിയുടെ കളറിൽ കെമിക്കലൊക്കെ ചേർക്കാൻ പറ്റിയേ. അതുമാത്രമല്ല, അവർ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരുടെ പ്ലാൻ എന്താണെന്ന് മാത്രം നമുക്കറിയില്ല. എന്തായാലും അവര് സംസാരിക്കുന്നതിനിടയിൽ നേരത്തെ പെട്രോൾ പമ്പിൽ കണ്ട വട്ടൻ സ്റ്റീവിനെ വിളിച്ചു. എന്നിട്ട് ബലിക്കുള്ള ആട്ടിൻകുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 ഫ്രണ്ട്സിനെ കുറിച്ചാണ് അയാൾ അത് പറഞ്ഞത്. അപ്പോൾ ഇയാളും ഈ ലാബിലെ ടീമിലെ ഒരു അംഗമാണ്. ഇനി ബാക്കി നമ്മൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സ്റ്റീവ് ഫോൺ വയ്ക്കാൻ നിന്നതും അവരുടെ അന്ധമായ കണ്ണുകൾ വരാനിരിക്കുന്ന ഭീകരതകൾ കാണുന്നില്ല. അവരുടെ ചെവികൾ നിലച്ചിരിക്കുന്നു. അവരുടെ പാപങ്ങൾ നീക്കി നിങ്ങൾ അവരെ പരിശുദ്ധമാക്കണം. പൗരാണികർ ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വട്ടൻ എന്തൊക്കെയോ കുറെ പ്രാന്ത് വിളിച്ചു പറഞ്ഞു. അതൊക്കെ കേട്ട സ്റ്റീവും കൂട്ടരും നിർത്താതെ ചിരിയായിരുന്നു. ശേഷം ഇവിടെ വീട്ടിൽ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് തൊട്ടടുത്തുള്ള നദിയിൽ കുളിക്കാൻ പോയി. ഈ സമയം ലാബിൽ സ്റ്റീവും ഗാരിയും ചേർന്ന് എല്ലാവരുടെയും കാശ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അവരെന്തിനോ വേണ്ടി ബെറ്റിംഗ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ബെറ്റിംഗ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്താന്ന് വെച്ചാൽ ഈ 5 പേരും ഈ ട്രിപ്പിന് വരാൻ പ്ലാൻ ചെയ്തത് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 5 പേരെയും എന്തോ ദുരാചാരത്തിന്റെ പേരിൽ കൊല്ലാനാണ് അവരുടെ പ്ലാൻ. പൗരാണികരെന്ന് പറയപ്പെടുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. ആചാരപ്രകാരം ഇവരെ നേരിട്ട് കൊല്ലാൻ പറ്റില്ല. എങ്ങനെ ചാകണമെന്ന് ചാകേണ്ടവര് തന്നെ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ പൗരാണികരെ പ്രീതിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവര് നേരിട്ട് ചെന്ന് 5 പേരെയും കൊല്ലാത്തത്. അതിന് പകരം അവരെ കൊല്ലാൻ വേണ്ടി പല രീതികളിലുമുള്ള ട്രാപ്പുകളും അവർ ഈ വീട്ടിലും കാട്ടിലും മുഴുവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാട് മുഴുവൻ പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഒരു കരിയില അനങ്ങുന്നത് പോലും ഇവരുടെ പ്ലാൻ പ്രകാരമായിരിക്കും. ഈ 5 പേരിൽ ആദ്യം ചാകുന്നയാള് എങ്ങനെ ചാകുമെന്നും പറഞ്ഞാണ് അവർ ഈ ബെറ്റിംഗ് നടത്തുന്നത്. ശേഷം സന്ധ്യാസമയമായപ്പോ വീട്ടിൽ 5 പേരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ബേസ്മെന്റിലോട്ട് പോകാനുള്ള ഒരു വാതിൽ തനിയെ തുറക്കപ്പെട്ടു. ഒരുപക്ഷെ അത് കാറ്റടിച്ച് തുറന്നതായിരിക്കുമെന്ന് കേട്ടു പറഞ്ഞു. ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് ഉള്ളിലോട്ട് പോകാൻ എല്ലാവർക്കും ചെറിയൊരു പേടിയായിരുന്നു. എങ്കിലും ഒരു ലൈറ്റും കത്തിച്ച് അവർ ഉള്ളിൽ കയറി നോക്കി. ഉള്ളിൽ നിറയെ വിചിത്രമായ വസ്തുക്കളായിരുന്നു. ദുരാചാരങ്ങൾ നടത്തുന്ന പോലത്തെ വസ്തുക്കൾ. ഒരുപക്ഷെ പണ്ട് ഇത് ചിലപ്പോൾ ഏതെങ്കിലും മന്ത്രവാദിനിയുടെ വീടായിരുന്നിരിക്കുമെന്ന് കേട്ടു പറഞ്ഞു. എല്ലാവരും ഓരോരോ വസ്തുക്കൾ എടുത്ത് നോക്കാൻ തുടങ്ങി. ഒന്നിലും തൊടാതെ നമുക്ക് തിരിച്ചു കയറി പോകുന്നതല്ലേ നല്ലതെന്ന് മാറ്റി ചോദിച്ചു. പക്ഷെ ആരും തന്നെ അത് വകവെച്ചില്ല. ജൂൾസ് ഒരു മാല എടുത്തിടാൻ തുടങ്ങി. കേർട്ടാണെങ്കിൽ ഒരു ബോൾ എടുത്ത് തുറക്കാൻ നിന്നു. ഹോൾഡൻ ഒരു ചെറിയ ഡാൻസ് കളിക്കുന്ന പ്രതിമ തുറക്കാൻ തുടങ്ങി. ആ സമയത്തിലാണ് ഡാനയ്ക്ക് ഒരു പുസ്തകം കിട്ടിയത്. അത് പല നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതിയ ഒരു പുസ്തകമാണ്. അതിൽ ആരൊക്കെയോ ചേർന്ന് വളരെ ക്രൂരമായിട്ട് മനുഷ്യരെ കൊല്ലുന്ന ഒരു കഥയുണ്ട്. ഡാന അത് വായിക്കാൻ തുടങ്ങി. അത് വളരെ ത്രില്ലിംഗ് ആയ ഒരു കഥയായതുകൊണ്ട് ബാക്കി എല്ലാവരും അവരെടുത്ത വസ്തുക്കളൊക്കെ തിരിച്ചു വെച്ചിട്ട് ഡാനയുടെ പക്കൽ പോയി. ഇതൊന്നും വായിക്കാൻ നിൽക്കണ്ട, മന്ത്രവാദിനിയുടെ ബുക്കല്ലേ, ഇതിൽ എന്തെങ്കിലും അപകടങ്ങൾ കാണും, നമുക്ക് മര്യാദയ്ക്ക് തിരിച്ചു പോവാം എന്ന് വീണ്ടും മാറ്റി പറഞ്ഞു. പക്ഷെ എന്നിട്ടും അവരവനെ മൈൻഡ് ചെയ്തില്ല. അവസാനം അതിൽ ലാറ്റിൻ ഭാഷയിൽ എന്തോ മന്ത്രവും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിക്കരുതെന്ന് മാറ്റി പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ അത് വായിച്ചു. മന്ത്രം വായിച്ചു തീർന്നതും വീട്ടിന് പരിസരത്തുള്ള കല്ലറകളിൽ നിന്നും കുറെ സോംബികൾ എണീറ്റ് വന്നു. ഇത് കണ്ട് ലാബിലെ കുറെ പേര് സന്തോഷിച്ചു. ബാക്കി എല്ലാവരും നിരാശരായി. സംഭവം നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ട്രാപ്സ് ഉണ്ടെന്ന്. ശരിക്കും ബേസ്മെന്റിലെ ഓരോ സാധനങ്ങളും ഓരോ ട്രാപ്പ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള താക്കോലായിരുന്നു. ഉദാഹരണത്തിന് കർട്ട ബോൾ തുറന്നെങ്കിൽ സോംബികൾക്ക് പകരം മെർമൻ എന്ന മറ്റൊരു ജീവി വരുമായിരുന്നു. ജൂൾസ് ആ മാല ഇട്ടിരുന്നെങ്കിൽ ഗോസ്റ്റ് വരുമായിരുന്നു. ഇതുപോലെ ഓരോ വസ്തുവും എടുത്ത് തുറന്നാൽ വെവ്വേറെ ട്രാപ്പുകളായിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. ഈ ട്രാപ്പുകളൊക്കെ ശരിക്കും ആൻഷ്യൻസ് പണ്ട് ഭൂമി ഭരിച്ചിരുന്ന കാലത്തിലുള്ളവയാണ്. അതായത് അന്നത്തെ കാലത്തിലുള്ളവരാണ് ഈ മന്ത്രങ്ങളും മാജിക്കുകളും ഒക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ഫ്രണ്ട്സ് സോംബികളുടെ ട്രാപ്പ് ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചവരാണ് സന്തോഷിച്ചേ. ശേഷം ട്രാപ്പ് ആക്ടിവേറ്റ് ആയല്ലോ, അപ്പോൾ ഇനി ജപ്പാനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലോ എന്ന് സ്റ്റീവ് ഗാരിയോട് പറഞ്ഞു. അത് സംഭവം ഇവർ ഈ ലാബിൽ ചെയ്യുന്ന പോലെ ലോകത്തിലെ എല്ലാ ലാബുകളിലും ആൾക്കാരെ ബലി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ബാക്കി എല്ലാ ലാബുകളിലും പരാജയപ്പെട്ടു. അതായത് ബലി കൊടുക്കേണ്ടവരൊക്കെ ട്രാപ്പുകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ജപ്പാനിലെയും യുഎസിലെയും ലാബുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതെങ്കിലും ഒരു ലാബിലെങ്കിലും ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കണം. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരെ ബലി കൊടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജപ്പാനിൽ ആക്ടിവേറ്റ് ആയത് ഒരു ഗോസ്റ്റിന്റെ ട്രാപ്പാണ്. അതൊരു സ്കൂളിൽ ചെന്ന് കുട്ടികളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നത് സ്റ്റീവും ഗാരിയും സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു.
ഈ സമയം വീട്ടിൽ കാര്യങ്ങളൊന്നും അറിയാതെ 5 പേരും ബേസ്മെന്റിൽ നിന്നും മുകളിൽ കയറി വന്നു. അപ്പോ ഇവിടെ വിചിത്രമായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഈ കാട്ടിലെ കയറിയപ്പോ തൊട്ട് നമ്മളെയൊക്കെ ആരെയും നിരീക്ഷിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട് എന്ന് മാർട്ടി പറഞ്ഞു. ഓ, ഇവൻ ഭ്രാന്ത് പറയാൻ തുടങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് കേർട്ടും ജൂൾസും കൂടെ അവിടെ നിന്നും ഇറങ്ങി പുറത്തു പോയി. ഇവരടുത്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കരുതി മാർട്ടിയും അവന്റെ റൂമിൽ പോയി. പുറത്തു പോയ കർട്ടിനെയും ജൂൾസിനെയും കുറെ സോംബികൾ ആക്രമിച്ചു. ആദ്യം കർട്ട് സോംബികളെയൊക്കെ തിരിച്ചാക്രമിച്ചെങ്കിലും ഒരു തടിയൻ സോംബി വന്ന് അവനെ അടിച്ചിട്ടു. എന്നിട്ട് ജൂൾസിനെ പിടികൂടി. കർട്ട് നോക്കി നിൽക്കെ തന്നെ സോംബികൾ ജൂൾസിന്റെ തലയറുത്തു കളഞ്ഞു. ഇത് മോണിറ്റേഴ്സിലൂടെ കണ്ടുകൊണ്ടിരുന്ന സ്റ്റീവും ഗാരിയും ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ബലി എന്നും പറഞ്ഞ് അവരുടെ പൗരാണിക ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. കുറച്ചുനേരം റൂമിലിരുന്ന് ബോറടിച്ചപ്പോ മാർട്ടിയും വെറുതെ ഒന്ന് പുറത്തിറങ്ങി. അവൻ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതിനിടയിൽ പിന്നിലൂടെ ഒരു സോംബി വന്നു. അവൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് കർട്ട് അവിടെ ഓടി വന്നത്. പുറകിലൂടെ വന്ന സോംബിയെ അവൻ ഇടിച്ചിട്ടു. എന്നിട്ട് മാർട്ടിയെയും കൊണ്ട് ഓടി അകത്ത് കയറി. മാർട്ടി ആകെ പേടിച്ചു പോയി. കേർട്ടിന്റെ ദേഹത്ത് മുഴുവൻ ബ്ലഡ് കണ്ടപ്പോ എല്ലാവരും പരിഭ്രാന്തരായി. എത്രയും വേഗം നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, ജൂൾസിനെ അവര് കൊന്നുകളഞ്ഞു എന്ന് കേർട്ട് പറഞ്ഞു. പക്ഷെ അതിനിടയിൽ നേരത്തെ കണ്ട തടിയൻ സോംബി അവിടെ എത്തി. സോംബി ജൂൾസിന്റെ തലയെടുത്ത് ഡാനയുടെ കയ്യിൽ എറിഞ്ഞു കൊടുത്തു. അവള് പേടിച്ച് കിടന്ന് അലറി. പെട്ടെന്ന് എല്ലാവരും കൂടി സോംബിയെ തള്ളി പുറത്താക്കി വാതിലടച്ചു. എന്നിട്ട് എല്ലാവരും പോയി മുറികളിലെ ജനാലകളെല്ലാം അടയ്ക്കാൻ കേർട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ മുറികളിൽ കയറിയതും ഉടനെ സ്റ്റീവ് മുറികളുടെ വാതിലുകളെല്ലാം ലോക്ക് ചെയ്തു. ഇനി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. മാർട്ടി ഓടിച്ചെന്ന് ജനാല അടയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ടേബിൾ ലാമ്പ് തള്ളിയിട്ടു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ലാമ്പിനുള്ളിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംശയിച്ച പോലെ നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് മാർട്ടിക്ക് മനസ്സിലായി. മാർട്ടി ക്യാമറ കണ്ടെത്തിയത് ലാബിലുള്ളവരും കണ്ടു. എത്രയും വേഗം ആ മുറിയിൽ മയക്കുമരുന്ന് നിറയ്ക്കാൻ കെമിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് സ്റ്റീവ് വിളിച്ചു പറഞ്ഞു. സംഭവം ഇതുപോലെ ഒരുപാട് മരുന്നുകൾ വീട്ടിൽ എല്ലായിടത്തും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ മാത്രമല്ല, കാട്ടിലും മുഴുവനും. ഇവർ ഈ ലാബിലിരുന്ന് ആവശ്യത്തിനനുസരിച്ച് ഓരോ മരുന്നും തുറന്നുവിടും. പുകയുടെ രൂപത്തിലായിരിക്കും അത് പുറത്തു വരുന്നേ. ഈ പുക ശ്വസിക്കുമ്പോൾ ശ്വസിക്കുന്നവരുടെ മനോഗതിയിൽ വ്യത്യാസം വരും. അതിലൂടെ അവരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ലാബിലുള്ളവർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞ് അവരെ ലാബിലുള്ളവരെ കണ്ടിന്യൂസ് ആയിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതുപോലെ ഓരോ കാര്യത്തിനും പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എല്ലാം ഈ ലാബിലിരുന്ന് തന്നെ അവർക്ക് നിയന്ത്രിക്കാനും പറ്റും. എന്തായാലും അങ്ങനെ മയക്കുമരുന്ന് തുറന്നുവിടാൻ സ്റ്റീവ് പറഞ്ഞപ്പോ അത് വേണ്ട, മാർട്ടിയെ പിടിക്കാൻ ഒരു സോംബി വരുന്നുണ്ടെന്ന് ഗാരി പറഞ്ഞു. ഇവിടെ ക്യാമറ കണ്ടെത്തിയ മാർട്ടി അവൻ ഏതോ റിയാലിറ്റി ഷോയിലാണെന്ന് കരുതി അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജനാലയും തകർത്തുകൊണ്ടൊരു സോംബി മാർട്ടിയെ ആക്രമിക്കാൻ വന്നേ. അവൻ കയ്യിൽ കിട്ടിയ ഒരു കമ്പി എടുത്ത് സോംബിയെ അടിച്ചു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അങ്ങനെ മാർട്ടിയെയും സോംബി പിടികൂടി. 5 പേരിൽ ഇനി 3 പേര് ബാക്കി. അപ്പോൾ വീണ്ടും ലാബിലുള്ളവരെ പ്രാർത്ഥിച്ചു. ഓരോ ആളെ കൊല്ലുമ്പോഴും ഇവരിങ്ങനെ പ്രാർത്ഥിക്കും. മറ്റൊരു കാര്യം, സ്റ്റീവും ഗാരിയും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവരിങ്ങനെ ആൾക്കാരെയൊക്കെ ബലിയർപ്പിക്കുന്നത് ഒരു റിയാലിറ്റി ഷോ പോലെ ഇവരുടെ സീക്രട്ട് സൊസൈറ്റിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിലൂടെ അവര് കുന്നോളം കാശുമുണ്ടാക്കുന്നുണ്ട്. 5 പേരെയും നേരിട്ട് കൊല്ലാത്തതിന്റെ മറ്റൊരു കാരണവും ഇതാണ്. എന്തായാലും സോംബികൾ ഡാനിയുടെ മുറിയിലും കയറി വന്നു. റൂം ലോക്ക് ആയതുകൊണ്ട് അവൾക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ഉടനെ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന ഹോൾഡൻ നേരത്തെ ചുമരിൽ കണ്ട ഗ്ലാസ് തകർത്ത് ഡാനിയെ അവന്റെ റൂമിൽ കയറ്റി. പക്ഷെ അവന്റെ റൂമും ലോക്കാണ്. റൂമിന് ചുറ്റുമാണെങ്കിൽ സോംബികൾ വളയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് അവിടെ നേരത്തെ കണ്ട ബേസ്മെന്റിലോട്ട് പോകാനുള്ള മറ്റൊരു വാതിൽ കണ്ടത്. ഇതുപോലെ ബേസ്മെന്റിലോട്ട് പോകാൻ എല്ലാ മുറികളിലും ഓരോ വാതിലുണ്ട്. അവര് പെട്ടെന്ന് അത് തുറന്ന് ഉള്ളിലോട്ട് പോയി. ബേസ്മെന്റിൽ വേറൊരു വാതിലുണ്ട്. അതിലൂടെ പോയാൽ വീട്ടിന് വെളിയിലെത്താം. പക്ഷെ അത് മറുവശത്തിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുന്ന സമയത്തിൽ ഒരു സോംബി വന്ന് ഹോൾഡനെ പിടിച്ചു. ഡാന ഓടി വന്നൊരു കത്തി കൊണ്ട് സോംബിയെ കുത്തി കൊന്നു. അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി. ഉടനെ പൂട്ടിയിരുന്ന വാതിൽ ആരോ പുറത്തു നിന്നും തുറന്നു. അത് സോംബികളായിരിക്കുമെന്ന് കരുതി അവര് ഞെട്ടിപ്പോയി. പക്ഷെ അത് കേർട്ടായിരുന്നു. അവൻ സാഹസികമായിട്ട് മറുവശത്തിലൂടെ വന്ന് വാതിൽ തുറന്നതാണ്. അങ്ങനെ 3 പേരും കൂടെ വീട്ടിന് പുറത്തു കടന്നു. മാർട്ടിയെ കാണാത്തത് കൊണ്ട് അവൻ എവിടെയാണെന്ന് ഡാന ചോദിച്ചു. അവനെയും സോംബികൾ പിടിച്ചുവെന്ന് കേർട്ട് പറഞ്ഞു. ശേഷം 3 പേരും കൂടെ ഓടി വാനിൽ കയറി വളരെ വേഗം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. അടുത്ത് ജപ്പാനിലെ ഒരു രംഗമാണ് കാണിക്കുന്നത്. അവിടുത്തെ സ്കൂൾ കുട്ടികളെല്ലാം ചേർന്ന് മന്ത്രങ്ങൾക്ക് ചൊല്ലി ഗോസ്റ്റിനെ കീഴ്പ്പെടുത്തി ഒരു തവളയാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ ജപ്പാനിലെ ലാബും പരാജയപ്പെട്ടു. ഇനി അവശേഷിക്കുന്നത് യുഎസിലെ ലാബ് മാത്രം. ഇവിടെ ലാബിൽ എല്ലാ കാര്യങ്ങളും സ്റ്റീവും ഗാരിയും പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റീവ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താന്ന് വെച്ചാൽ 3 പേരും കൂടെ വാനിൽ കയറി രക്ഷപ്പെട്ടു പോവുകയാണ്. അവര് നേരത്തെ കണ്ട തുരങ്കത്തിന്റെ അടുത്തെത്താറായി.
തുരങ്കം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും തന്നെ ചെയ്യാനാകില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ തുരങ്കത്തിനെ അവര് തകർത്ത് കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ നേരത്തെ തന്നെ തുരങ്കത്തിൽ ബോംബുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കണക്ഷൻ പ്രോബ്ലം കാരണം ഈ ബോംബുകൾ പൊട്ടുന്നില്ല. അവരാണെങ്കിൽ തുരങ്കത്തിൽ കയറി പകുതി ദൂരം എത്തുകയും ചെയ്തു. എത്രയും വേഗം ടണലിനെ തകർത്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് സ്റ്റീവ് പറഞ്ഞു. ഭാഗ്യത്തിന് ടണലിൽ ബാക്കപ്പ് ആയിട്ട് വേറെയും ബോംബ് ഉണ്ടായിരുന്നു. ഗാരി ഓടിച്ചെന്ന് ആ ബോംബുകളെ ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ 3 പേരും ടണൽ കടക്കുന്നതിന് മുൻപ് തന്നെ അത് തകരാൻ തുടങ്ങി. അവര് വേഗം വാനിനെ റിവേഴ്സ് എടുത്തതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ടണലിലൂടെ മാത്രമേ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് 3 പേരും വിഷമിച്ചു നിന്നു. അപ്പോഴാണ് കർട്ടന് ഒരു ഐഡിയ തോന്നിയത്. മുന്നിൽ ഒരു പടുകുഴിയുണ്ട്. ആ കുഴി ചാടി മറികടന്നാൽ ടണലിലൂടെ പോകാതെ തന്നെ അപ്പുറത്തെത്താം. ഒരാളെങ്കിലും അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയി പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ബാക്കി 2 പേരെയും കൂടെ രക്ഷപ്പെടുത്താം. ഭാഗ്യത്തിന് വാനിൽ കർട്ടന്റെ ബൈക്ക് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ബൈക്ക് എടുത്ത് വളരെ വേഗത്തിൽ വന്ന് ചാടി. പക്ഷെ ചാടി പകുതി എത്തിയതും അദൃശ്യമായി ഒരു ചുമരിലിടിച്ച് അവൻ കുഴിയിലേക്ക് വീണു. ആ ചുമര് ശരിക്കും ഈ കാടിന് ചുറ്റുമുള്ള ഷീൽഡാണ്. അങ്ങനെ 3ാമത്തവനും പടമായി. ഇനി 2 പേര് മാത്രം. കർട്ട് കുഴിയിൽ പോകുന്നത് കണ്ട് 2 പേരും ആകെ പേടിച്ചു പോയി. മാർട്ടി പറഞ്ഞത് സത്യമായിരുന്നു. നമ്മളെ ആരും നിരീക്ഷിക്കുന്നുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ഡാന പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ഹോൾഡൻ അവളെയും കൊണ്ട് വാനിൽ കയറി. എന്നിട്ട് വന്ന വഴിയിലൂടെ തന്നെ അവര് തിരിച്ചുപോയി. നീ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണോ എന്ന് ഡാന ചോദിച്ചു. വീട്ടിലേക്കല്ല, ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ വേറെയും വഴികൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ ഇതുവഴി പോകുന്നേ എന്ന് ഹോൾഡൻ പറഞ്ഞപ്പോ ഇനി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മറ്റൊരു വഴി കണ്ടുപിടിച്ചാൽ തന്നെ ഉടനെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആ വഴി ബ്ലോക്ക് ആവും. എങ്ങനെ നോക്കിയാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആരോ നമ്മൾ ഇവിടെ ട്രാപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഡാന പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സോംബി പുറകിലൂടെ വന്ന് ഹോൾഡന്റെ കഴുത്തിൽ കുത്തി. അത് കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട് വണ്ടി അപ്പുറത്ത് നദിയിലേക്ക് മറിഞ്ഞു. അങ്ങനെ 4ാമത്തവനും തീർന്നു. ഇനി ആകെ ഡാന മാത്രം. ഹോൾഡൻ കൊല്ലപ്പെട്ടതും ലാബിൽ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ തുടങ്ങി. ഇനി ഒരാൾ കൂടെ ബാക്കിയുണ്ടല്ലോ. ഈ ബലി പൂർത്തിയാകാൻ അയാളും കൂടെ ചാകേണ്ടതല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോഴേ സെലിബ്രേറ്റ് ചെയ്യുന്നേ എന്ന് ലാബിലെ ഒരു സെക്യൂരിറ്റി ചോദിച്ചു. അവൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് അവൻ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല. അവള് വലിയ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരുത്തിയാണ്. അവളുടെ ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ അവൾ യാതനകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മരണം ഓപ്ഷണൽ മാത്രമാണ്. അവൾ ഇപ്പൊ തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവൾ മരിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സ്റ്റീവ് പറഞ്ഞു കൊടുത്തു. ശേഷം അവർ വീണ്ടും ആഘോഷങ്ങൾ തുടർന്നു. എന്നാൽ അങ്ങനെ ആഘോഷിക്കുന്നതിനിടയിൽ ലാബിൽ ഒരു കോള് വന്നു. അത് ഈ ലാബിന്റെ CEO ആണ്. നിങ്ങളുടെ ബിൽ ഏർപ്പണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. കാരണം ഡാനയ്ക്ക് പുറമെ ഇനിയും ഒരാൾ കൂടെ ചാകാനുണ്ടെന്നാണ് CEO പറയുന്നത്. അത് കേട്ടതും എല്ലാവരും ആകെ ടെൻഷനിലായി. ഈ സമയം ഡാന നദിയിൽ നിന്ന് നീന്തി കരയിൽ കയറി. കൂട്ടുകാരെല്ലാം നഷ്ടപ്പെട്ട വിഷമത്തിൽ കിടക്കുന്നതിനിടയിൽ അവിടെ വീണ്ടും നേരത്തെ കണ്ട തടിയൻ സോംബി വന്നു. അവളെ അത് വീണ്ടും ആക്രമിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവിടെ മാർട്ടി വന്നു. നേരത്തെ സോംബി അവനെ പിടികൂടിയെങ്കിലും യഥാർത്ഥത്തിൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ മാർട്ടിയും ഡാനയും കൂടെ ആ തടിയൻ സോംബിയെ അടിച്ച് വെള്ളത്തിലിട്ടു. എന്നിട്ട് അവൻ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടി. പക്ഷെ വീട്ടിൽ കയറാതെ അവൻ സമീപത്തുള്ള ഒരു കല്ലറയിലേക്കാണ് പോയത്. ഇതുപോലത്തെ കല്ലറകൾ വഴിയാണ് നേരത്തെ സോംബികൾ എണീറ്റ് വന്നത്. കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങി നോക്കിയപ്പോ അവിടെ വലിയൊരു മുറിയുണ്ട്. നേരത്തെ മാർട്ടിയെ പിടിച്ചോണ്ട് പോയ സോംബിയെ അവനവിടെ കഷ്ണങ്ങളാക്കി കൊന്നിട്ടിരിക്കുന്നത് കാണാം. പക്ഷെ അതിന്റെ തലയും കൈയും ഒക്കെ ഇപ്പോഴും അനങ്ങുന്നുണ്ട്. ഇതെന്താ കല്ലറയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു മുറി? എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്ന് ഡാന മാർട്ടിയോട് ചോദിച്ചു. അപ്പോ മുറിയുടെ ഒരു വശത്തുള്ള ചില വയറുകൾ അവൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിലൊരു വയറിനെ പൊട്ടിച്ചപ്പോ തറയിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. എടി, ഇതൊരു ലിഫ്റ്റാണ്. അണ്ടർഗ്രൗണ്ടിൽ ആരൊക്കെയോ ഉണ്ട്. അവരാണ് ഈ സോംബികളെയൊക്കെ ലിഫ്റ്റിലൂടെ പുറത്തേക്ക് വിട്ടത് എന്നവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്തായാലും പുറത്ത് കാട്ടിലോട്ട് പോകാൻ പറ്റില്ല. കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് കഴിയില്ല. എന്നാ പിന്നെ നമുക്ക് ഈ ലിഫ്റ്റ് വഴി താഴോട്ട് തന്നെ പോയി നോക്കാമെന്ന് മാർട്ടി പറഞ്ഞു. അങ്ങനെ 2 പേരും ലിഫ്റ്റിലിറങ്ങി. അവരിറങ്ങുന്ന സമയത്തിൽ കാല് തട്ടി അബദ്ധത്തിൽ സോംബിയുടെ ചില കഷ്ണങ്ങളും താഴെ ലിഫ്റ്റിൽ വീണു. ശേഷം അവർ താഴോട്ട് പോയി. താഴോട്ട് പോയപ്പോ ചെന്നായ മനുഷ്യൻ, ഭീകരമായ പല്ലുകൾ കൊണ്ട് നിറഞ്ഞ മുഖമുള്ള പെൺകുട്ടി, അനാക്കൊണ്ട സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ പാമ്പ്, പ്രേതാത്മാക്കൾ, അങ്ങനെ ഒരുപാട് വിചിത്രമായ മോൺസ്റ്റേഴ്സിനെ കണ്ടു. ഈ മോൺസ്റ്റേഴ്സിനെ എല്ലാം പല പല അറകളിലായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ മെർമനെയും കണ്ടു. മെർമന്റെ കയ്യിൽ നേരത്തെ കർട്ട് തുറക്കാൻ നിന്നതുപോലത്തെ ബോൾ ഉണ്ട്. അപ്പോ കർട്ട് ആ ബോൾ തുറന്നെങ്കിൽ സോംബികൾക്ക് പകരം ഈ മോൺസ്റ്ററിനെ ലാബിലുള്ളവർ പുറത്തു വിടുമായിരുന്നു. മറ്റൊരു കാര്യം, ശരിക്കും യുഎസിലെ അണ്ടർഗ്രൗണ്ട് ലാബ് എന്നത് യഥാർത്ഥത്തിൽ ഈ വീട്ടിന്റെ അടിയിലാണ്. ആ ലാബിലോട്ടാണ് അവരിപ്പോ പോകുന്നത്. ലാബിന് മുകളിലുള്ള ഒരു ചാമ്പറിലാണ് അവർ ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത്. കുറെ നേരം ലിഫ്റ്റിൽ നിന്നപ്പോ അവസാനം അവർ ഏറ്റവും താഴെ ലാബിലെത്തി.
പക്ഷേ ഒരു സെക്യൂരിറ്റി തോക്കും കൊണ്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അയാൾ വെടിവെച്ചില്ല. കാരണം ആചാരമനുസരിച്ച് ഡാന മരിക്കുകയാണെങ്കിൽ അവൾ ഏറ്റവും അവസാനം മാത്രമേ മരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബലി പൂർത്തിയാകില്ല. അതുകൊണ്ട് അബദ്ധത്തിലെങ്ങാനും ഡാന കൊല്ലപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ് അയാൾ വെടിവെക്കാത്തത്. ഭാഗ്യത്തിന് നേരത്തെ ലിഫ്റ്റിൽ വീണ സോംബിയുടെ ഒരു കൈ ആ സെക്യൂരിറ്റിയുടെ കാലിൽ പിടിച്ചു. അയാൾ പേടിച്ചിട്ട് പെട്ടെന്ന് അതിനെ തുരുതുരാന്ന് വെടിവെച്ചു. ആ തക്കത്തിൽ മാർട്ടിയും ഡാനയും കൂടെ അയാളെ ഇടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് അയാളുടെ തോക്കും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം സിഇഒ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നുണ്ടായിരുന്നു. റേഡിയോയിലൂടെ സിഇഒ അവർക്കൊരു അനൗൺസ്മെന്റ് നൽകി. നിങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ വേദനയും കൺഫ്യൂഷനും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാളും എന്നെക്കാളും ഒക്കെ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഭീകരമായ പല ജീവികളെയും കണ്ടു. പക്ഷെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആൻഷ്യൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതൊക്കെ ഒന്നുമല്ല എന്നതാണ് സത്യം. അവരുണരാതെ നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അവർക്ക് വേണ്ടി ബലിയാടുകളാവുക എന്നത് നിങ്ങളുടെ ജോലിയും. ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് നിങ്ങൾ കീഴടങ്ങണം എന്നൊക്കെയാണ് സിഇഒ പറയുന്നേ. അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവിടെ വീണ്ടും കുറെ സെക്യൂരിറ്റികൾ വന്നു. അവരെ ചറപറാന്ന് വെടിവെക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ ഓടി അടുത്തു കണ്ട ഒരു കൺട്രോൾ റൂമിൽ കയറി. അത് മോൺസ്റ്റേഴ്സിനെയൊക്കെ തുറന്നു വിടേണ്ട കൺട്രോൾസ് ഉള്ള റൂം ആയിരുന്നു. വേറെ നിവർത്തിയില്ലാതെ സെക്യൂരിറ്റികളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ആ ജീവികളെല്ലാം അങ്ങ് തുറന്നു വിട്ടു. ഉടനെ മുകളിൽ നിന്നും ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ് വന്ന് സെക്യൂരിറ്റികളെയൊക്കെ നിഷ്ഠുരമായിട്ട് കൊന്നുകളഞ്ഞു. സെക്യൂരിറ്റികളെയൊക്കെ കൊന്നുകളഞ്ഞിട്ട് ആ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടെ ലാബിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. പക്ഷെ ആ മോൺസ്റ്റേഴ്സ് പോയതും അതിന് പിന്നാലെ മുകളിലത്തെ ചാമ്പറിൽ നിന്നും വീണ്ടും കൂടുതൽ മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അധികം താമസിക്കാതെ ലാബ് മുഴുവൻ മോൺസ്റ്റേഴ്സ് കൊണ്ട് നിറഞ്ഞു. ഒരാളെ പോലും വെറുതെ വിടാതെ എല്ലാരെയും മോൺസ്റ്റേഴ്സ് കൊന്നുകൊണ്ടിരുന്നു. അതിനിടയിലൂടെ മാർട്ടിയും ഡാനയും എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. അവസാനം സ്റ്റീവും ഗാരിയും ഇരിക്കുന്ന പ്രധാന കൺട്രോൾ റൂമിലും മോൺസ്റ്റേഴ്സ് എത്തി. പുതിയ സെക്യൂരിറ്റിയും സ്റ്റീവും കൂടെ മോൺസ്റ്റേഴ്സിനെ വെടിവെച്ചുകൊണ്ടിരുന്നു. ഗാരിയും അസിസ്റ്റന്റുമാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാനുള്ള ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ലാബിനടിയിൽ ഇനിയും മറ്റൊരു അണ്ടർഗ്രൗണ്ട് ചാമ്പറും കൂടെയുണ്ട്. അവിടെയാണ് സിഇഒയും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരുമൊക്കെ ഉള്ളത്. പക്ഷേ വാതിൽ തുറക്കുന്നതിന് മുന്നേ മോൺസ്റ്റേഴ്സ് വന്ന് പുതിയ സെക്യൂരിറ്റിയെ പിടികൂടി. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോ അവൻ അവന്റെ കയ്യിലുള്ള ഗ്രനേഡ് അങ്ങ് പൊട്ടിച്ചു. അതിൽ കുറെ മോൺസ്റ്റേഴ്സ് ചത്തു. പക്ഷെ അതിന്റെ ആഘാതത്തിൽ അടുത്തു നിന്ന് സ്റ്റീവ് തെറിച്ച് നേരെ ചെന്ന് ഒരു മോൺസ്റ്ററിന്റെ മുന്നിൽ വീണു. അങ്ങനെ അവര് രണ്ടും തീർന്നു. അവസാനം വാതിൽ തുറന്ന് ഗാരിയും അസിസ്റ്റന്റും കൂടെ താഴെ ഇറങ്ങാൻ തുടങ്ങിയതും വേറൊരു മോൺസ്റ്റർ വന്ന് അസിസ്റ്റന്റിനെയും പിടികൂടി. അങ്ങനെ ഒടുവിൽ ഗാരി മാത്രം താഴെ ഇറങ്ങി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോഴാണ് തൊട്ടു പിന്നാലെ വന്ന ഡാന ഗാരിയുടെ വയറ്റിൽ കത്തി ഇറക്കിയത്. ഇനി ആരെങ്കിലും കൊല്ലാൻ ഈ തോക്ക് ഉപയോഗിച്ചാൽ മതിയെന്നും പറഞ്ഞ് മാർട്ടി അവന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ഡാനയ്ക്ക് കൊടുത്തു. എന്നിട്ട് അവര് ചാമ്പറിലോട്ട് പോയി. ചാമ്പറിൽ 5 പേരുടെ പടം വരച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ ഇത് നമ്മളാണെന്ന് ഡാന പറഞ്ഞു. അവിടെ സിഇഒയും ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നുവെന്നും സിഇഒ അവർക്ക് പറഞ്ഞു കൊടുത്തു. സംഭവം ആൻഷ്യൻസ് എന്നത് പണ്ട് കാലത്തിൽ ഭൂമി ഭരിച്ചിരുന്ന ദൈവങ്ങളെ പോലെയുള്ളവരാണ്. അവരുണ്ടെങ്കിൽ പിന്നെ മനുഷ്യരാശിക്ക് ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവര് മനുഷ്യരാശിയുമായിട്ടൊരു ഉടമ്പടി വെച്ചു. എന്താന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് വേണ്ടി അവര് ഭൂമിക്കടിയിൽ എന്നേക്കുമായിട്ട് ഉറങ്ങിക്കിടക്കാം. പക്ഷെ അതിന് പകരം ഓരോ വർഷവും 5 പേരെ അവർക്ക് ബലി കൊടുക്കണം. അതിലൊരാള് വഞ്ചകിയായിട്ടുള്ള പെണ്ണായിരിക്കണം. അതായിരുന്നു ജൂൾസ്. ഒരാള് കായികാഭ്യാസി ആയിരിക്കണം. അത് കർട്ട് ആയിരുന്നു. ഒരാള് അറിവുള്ള ആളായിരിക്കണം. അത് ഹോൾഡൻ ആയിരുന്നു. ഒരാള് മണ്ടനായിരിക്കണം. അതായിരുന്നു മാർട്ടി. അവസാനത്തേത് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പെണ്ണായിരിക്കണം. അതാണ് ഡാന. ഡാന മരിക്കുകയാണെങ്കിൽ അവൾ അവസാനം മാത്രമേ മരിക്കാൻ പാടുള്ളൂ. കഷ്ടതകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ വർഷവും 5 പേരെ ബലി അർപ്പിക്കുക എന്നതാണ് ലാബിലുള്ളവരുടെ ശരിക്കുമുള്ള ജോലി. പക്ഷെ 5 പേരുടെയും മരണം മരിക്കേണ്ടവർ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആൻഷ്യൻസ് കൂടുതൽ തൃപ്തരാകും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വലിയൊരു സീക്രട്ട് സൊസൈറ്റിയുണ്ട്. ഇങ്ങനെ 5 പേരെ ബലി കൊടുക്കാതിരുന്നാൽ ഉടമ്പടി തെറ്റിച്ചതുകൊണ്ട് ആൻഷ്യൻസ് ഉണരും. പിന്നെ അവര് പുറത്തു വന്നിട്ട് ലോകത്തിനെ മുഴുവൻ നശിപ്പിച്ചു കളയും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സീക്രട്ട് സൊസൈറ്റിയാണ് ഇതുപോലെയുള്ള ലാബുകളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചത്. ഈ ലാബുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഓരോ ആൻഷ്യന്റും ഉറങ്ങുന്ന സ്ഥലത്തിന് മുകളിലാണ്. അതായത് ബേസിക്കലി ഓരോ ലാബിനടിയിലും ഓരോ ആൻഷ്യന്റ് ഉണ്ട്. പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടി ബലി അർപ്പിക്കുന്നതിനെ ഒരു റിയാലിറ്റി ഷോ പോലെ ലാബിലുള്ളവര് സീക്രട്ട് സൊസൈറ്റിക്ക് ടെലികാസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അങ്ങനെ എല്ലാം സിഇഒ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നുവെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നീ കൊല്ലപ്പെടാത്തത് വലിയ പ്രശ്നമാണ്. സൂര്യൻ ഉദിക്കാൻ ഇനി 8 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ നിന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കും. അതുകൊണ്ട് നീ നമ്മളോട് സഹകരിച്ചേ പറ്റൂ.
ഒന്നുകിൽ നിനക്ക് നമുക്ക് വേണ്ടി മരിക്കാം, അല്ലെങ്കിൽ നിനക്ക് നമുക്കൊപ്പം മരിക്കാമെന്ന് സിഇഒ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഡാന നേരത്തെ മാറ്റിക്കൊടുത്ത തോക്കെടുത്ത് അവന് നേർക്ക് തന്നെ ചൂണ്ടി. പക്ഷെ ഭാഗ്യത്തിന് ആ സമയത്ത് ഡാനയെ നേരത്തെ കണ്ട ചെന്നായ മനുഷ്യൻ പിന്നിലൂടെ വന്ന് ആക്രമിച്ചു. അതിനിടയിൽ അവളുടെ തോക്കും തെറിച്ചു പോയിരുന്നു. മാർട്ടി ആ തോക്കെടുത്ത് മോൺസ്റ്ററിനെ കുറെ വെടിവെച്ചു. അങ്ങനെ അവളെ വിട്ടിട്ട് മോൺസ്റ്റർ അവിടെ നിന്ന് ഓടിപ്പോയി. ഉടനെ സിഇഒ വന്ന് മാർട്ടിയെ ആക്രമിച്ചു. മുറിവുകൾ കാരണം ഡാനയ്ക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു സോംബി അവിടെ ഇറങ്ങി വന്നത്. അത് വന്ന് സിഇഒയെ ആക്രമിച്ചു. ആ തക്കത്തിൽ അവളെയും സോംബിയെയും മാർട്ടി അങ്ങ് പാതാളത്തിൽ തള്ളിയിട്ടു. എന്നിട്ട് അവൻ വന്ന് ഡാനയുടെ അടുത്തിരുന്നു. മാർട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതിന് ഡാന അവനോട് സോറി പറഞ്ഞു. അപ്പോഴേക്കും 8 മിനിറ്റുകൾ കഴിഞ്ഞിരുന്നു. അവിടെ വലിയ ഭൂമികുലുക്കം ഉണ്ടാകാൻ തുടങ്ങി. ആൻഷ്യൻസ് ഒക്കെ ഉണർന്നിട്ടുണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ലോകത്തിനെ നശിപ്പിക്കാൻ കാരണമായതിന് അവനും സോറി പറഞ്ഞു. എന്നിട്ട് അവര് മരണത്തിനെ കാത്തിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു ആൻഷ്യന്റിന്റെ കൈ വീടും തകർത്തുകൊണ്ട് പുറത്തു വന്നു. ആ ഭീകരമായ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. ഇതുപോലെ അടിപൊളി സിനിമയായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.